അല്ല, നമ്മൾ കണ്ടിട്ട് ഇപ്പൊ 2-3 ദിവസമായല്ലോ. നിങ്ങൾ ആരും എന്താ വീഡിയോസ് ഇടാത്ത, ഒന്നും തിരക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ തിരക്കില്ലെങ്കിലും എന്റെ ഉത്തരവാദിത്തമാണല്ലോ അല്ലേ, നമുക്ക് എന്താ സംഭവിച്ചത് നിങ്ങളോട് പറയാ. അപ്പൊ അത് പറയാനായിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. 2-3 ദിവസം മുമ്പ് ഞാൻ മരിച്ചു ജീവിച്ചു. സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അർദ്ധരാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് ഒരു പ്രൊജക്ടർ വീണു. പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ചെറിയ പ്രൊജക്ടർ അല്ല, അത്യാവശ്യം നല്ല വെയിറ്റും നല്ല വലുപ്പമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു പ്രൊജക്ടറാണ് വീണത്. അപ്പോൾ ഈ അർദ്ധരാത്രി എന്ന് പറയുമ്പോൾ 2:30 സമയത്താണ്. ഈ സമയത്ത് നമ്മൾ നല്ല ഉറക്കിൻ്റെ സമയമാണല്ലോ, ആ ഉറക്കിൻ്റെ സമയത്താണ് എൻ്റെ തലയിലേക്ക് വന്ന് വീണത്. തലയുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ, നമ്മളെ ചെവിൻ്റെ ഈ ഒരു തൊട്ട് മേലായിട്ടാണുള്ളത്. ഇവിടെ അങ്ങനത്തെ സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ തലയുടെ ഈ ഒരു ചെവിയുടെ ഈ തൊട്ട് മേലായിട്ടാണ്. കാരണം ഞാൻ ചെരിഞ്ഞ് കിടന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്ന് വീണത്. നേരെ മറിച്ചത് മലർന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ നെഞ്ചത്തോ നമ്മുടെ തലയുടെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും അത് വരും. എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു കാവലാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എടുത്തൊരു തെറ്റ് പറ്റിയതെന്ന് വെച്ചാൽ അതൊരു സ്റ്റാൻഡ്, ഇങ്ങനെയുള്ളൊരു സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് അത് നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നീങ്ങി പോകുന്നില്ല. പിന്നെ അന്ന് എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവണില്ല. എന്തായാലും നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചില്ല, സ്ക്രൂ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതങ്ങനെ ഇവിടെ നിൽക്കുമല്ലോ എന്നുള്ളൊരു ആ വിശ്വാസത്തിലാണ്. അപ്പം അതിൻ്റെ കേബിളൊക്കെ ഇങ്ങനെ താഴോട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കൈ എങ്ങാനും തട്ടിയിട്ട് പോയോ എന്താ അറിയില്ല. എന്തായാലും എങ്ങനെ വീണത് നമുക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു അപകടം ഉണ്ടായി. അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇതുവരെ വീഡിയോസ് ഒന്നും ഇടാതിരുന്നതും വരാതിരുന്നതൊക്കെ. ഇനി എന്തായാലും ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് എല്ലാവരും രക്ഷിക്കട്ടെ എന്നാണ്. നമ്മളിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നില്ല, ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നു, രാവിലെ ആവും, നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ നിൽക്കുന്ന നിപ്പ് തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റുമോ നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. എല്ലാം ഒരു സെക്കൻഡ് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് ഞാൻ കുറച്ച് സമയം അന്ന് വൈകിയാണ് ഉറങ്ങിയത്. ഞാനും മോളും കുറച്ചൊരാളെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു പൊട്ടിക്കണ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ കളിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഗാഢ നിദ്രയിലായിരുന്നു കേട്ടോ, നല്ല ഉറക്കത്തിലായിരുന്നു. ആ ഒരു സമയത്താണ് ഇത് വന്ന് വീഴുന്നത്. എന്തായാലും അൽഹംദുലില്ലാ ആർക്കും ഇങ്ങനെയുള്ള അപകടമൊന്നും പറ്റാതിരിക്കട്ടെ, നമ്മളെല്ലാവരെയും എല്ലാ സമയത്തും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.